KCBയിൽ ദീർഘവീക്ഷണമുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് വരത്തില്ലായിരുന്നു. അതായത് ഏകദേശം ഒരു 60കളിലും 70കളിലും KCBക്ക് എക്സ്ക്ലൂസീവായിട്ട് കുറേ ഫ്ലീറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഫ്ലീറ്റുകളിൽ ആക്ച്വലി റെയർ ആയിട്ടുള്ള കുറേ അധികം വണ്ടികളും ഉണ്ടായി. KCBക്ക് എങ്ങനെയാണ് ഇങ്ങനെ കുറേ ഫ്ലീറ്റുകൾ ഉണ്ടായത്? ഇടുക്കി ഡാമിലെ കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ കാനഡയായിട്ടുള്ള അഗ്രിമെൻറ്റ് പ്രകാരം കുറേ വണ്ടികൾ കാനഡയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയുണ്ടായി. അങ്ങനെ KCBയുടെ കീഴിൽ കുറേ അധികം ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കാറുകളും ട്രക്കുകളും മെഷീനറീസും ഒക്കെ വന്നു വിട്ടു. ഈ മെഷീനറികളൊക്കെ ഇടുക്കി ഡാം കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഇവർ ഇവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ചെയ്തത്. ഇങ്ങനെ ഉപേക്ഷിച്ച് പോയ മെഷീനറികളെല്ലാം ഇടുക്കിയിൽ കിടന്ന് ദ്രവിക്കുകയാണ് ഉണ്ടായത്. ഇതിലൊരു എക്സാമ്പിളാണ് ലെഫ്റ്റ് ഹാൻഡായി വില്ലിസ് ജീപ്പ്. ഈ വില്ലിസ് ജീപ്പിൽ അതിൻ്റെ ഒറിജിനൽ ഹ്യൂറിക്കെയിൻ എഞ്ചിൻ വെച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. റീസെൻ്റ്ലി കുറച്ചൊക്കെ ഓപ്ഷൻ ചെയ്ത് കളഞ്ഞെങ്കിലും ഭൂരിഭാഗം വണ്ടികളും നശിഞ്ഞു പോകാണ് ഉണ്ടായിട്ടുള്ളത്. 1968 കനേഡിയൻ കെൻബർ, KCBയുടെ ഫാർഗോ വണ്ടികൾ, എക്സ്ട്രീംലി റെയർ അംബാസിഡർ സ്റ്റേഷൻ വാഗൺസ്, ബ്രിട്ടീഷ് ലെയ്ലാൻഡിന്റെ ട്രാക്ടർ ട്രെയിലറുകൾ, മാസീവ് ആയിട്ടുള്ള മാക്കിന്റെ ട്രാക്ടർ ട്രെയിലറുകൾ. ഈ റെയർ ആയിട്ടുള്ള കാറുകളുടെ ഫ്ലീറ്റിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിയെങ്കിലും എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ KCB, പോലീസ്, KSRTC എന്നീ സ്ഥാപനങ്ങളൊക്കെ കൂടി ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് മ്യൂസിയം തന്നെ നമുക്ക് ഉണ്ടായിരുന്നു.